2024 തിരുവോണം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഭാര്യ സബിത പറഞ്ഞു പോയിട്ട് 2 ചേമ്പിന്റെ കൂമ്പ് മുറിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ടോ ഇത് വിരിയാത്ത കൂമ്പാണിത്. വിരിയുന്നതിന് മുന്നേ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ചിറ്റിയിരിക്കുന്നത്. ഇതപ്പോൾ 2 ചേമ്പിൻ്റെ എടുക്കണം. അപ്പോൾ കൃഷിയൊക്കെ ഉള്ളവർ ഇതുപോലെ ചേമ്പ് ഇഷ്ടമല്ലുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കാന്താരി മുളക് വേണം, പിന്നെ വേപ്പല വേണം. അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു, കണ്ടില്ലേ. അപ്പോൾ അവള് ചേമ്പിൻ്റെ കൂമ്പ് മുറിക്കണം, ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിൽ. ഇത് നമ്മളുടെ ഗൾഫ് നാടുകളിലും മിഡിൽ ഈസ്റ്റിലൊക്കെ വറഗനപ്പ് എന്ന് പറഞ്ഞൊരു സാധനം മേടിക്കാൻ കിട്ടും. വറഗനപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേപ്പ് ലീവ്സ്. ഇതൊരു ലബനീസ് ഫുഡാണ്. അപ്പം ഞങ്ങൾ അതിന് പകരം അവിടെയൊക്കെ ചെയ്യുന്നത് ഈ മുന്തിരിയുടെ ഇലയിൽ അത് വാങ്ങാൻ കിട്ടും. അതിൽ ചോറല്ല, ഒരു മിസ്രി അരി, ഈജിപ്ഷ്യൻ റൈസ്, അതും പിന്നെ ചിക്കൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബീഫൊക്കെ വയ്ക്കും. എന്നിട്ടാണ് അത് പുഴുങ്ങിയാണ് എടുക്കുക, വേവിച്ചെടുക്കും. പക്ഷെ ഇത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, ഇത് ടൊമാറ്റോ പേസ്റ്റിൽ ഒരു അരമണിക്കൂർ നേരം മുക്കിയിട്ടു. അതിന് ശേഷം നമ്മളുടെ ബജ്ജി ഉണ്ടാക്കുന്ന കൂട്ട്, നിങ്ങളൊക്കെ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടാവും, കായ ബജ്ജി അല്ലെങ്കിൽ മുളക് ബജ്ജി, ഇത് ഉണ്ടാക്കണ പോലെ അതിൻ്റെ മിശ്രിതത്തിലാണ് മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. കണ്ടില്ലേ. അപ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ എന്തെങ്കിലും അന്ന് തിരുവോണം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയാണ്. ആർക്ക്? ഈ കെട്ടിയോന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഒന്ന് ചിറ്റടിച്ച് എന്തെങ്കിലും ഒരു ജ്യൂസെങ്കിലും മേടിച്ചു കൊടുത്താൽ മതി. അവൾക്ക് സന്തോഷമായി. വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്ന് പോകണം, അത്രയ്ക്കേ ഉള്ളൂ. കണ്ട, ഇതൊരു 5 മിനിറ്റ് മതി, സാധനം വെന്ത് കിട്ടും. അപ്പോൾ നല്ല രുചിയുള്ളൊരു ഭക്ഷണമാണ്. ഞാനും കഴിക്കാൻ പോകണുള്ളൂ ആദ്യമായിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് അവള് ആ 17 അടവും കാണിച്ചു, ഇനിയും കുറച്ച് അടവുകളുണ്ട് എന്ന് പറഞ്ഞു. കണ്ടോ, ഇതെണ്ണ അടിപൊളി സാധനമാണ്, കഴിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേമ്പിൻ്റെ കൂമ്പൊക്കെ ധാരാളം കിട്ടും. അതൊന്നും നശിപ്പിച്ച് കളയണ്ട. ഇടയ്ക്കിട്ട് ഓരോ കൂമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, വീണ്ടും മുളച്ചു വന്നോളും. ചേമ്പായതുകൊണ്ട് നശിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കൂമ്പ്, അതിൻ്റെ ഉള്ളിൽ ആ ലെയർ വിടാത്ത ചേമ്പിൻ്റെ കൂമ്പ് അത് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം ഞാനും ഭാര്യ ഇന്ന് ഒരു മലയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ വഴിമധ്യേ ഒരു ജ്യൂസൊക്കെ കഴിച്ചു കൊടുത്തപ്പോൾ ആകെ സന്തോഷമായി. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ പൊരിഞ്ഞാൽ പോരാ, ഇതുപോലെ ഭാര്യമാരെ കൊണ്ടുവന്ന് സർക്കിയിട്ട്